ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നാഗരാജൻ ഇപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൈമ ഫേസി ഇയാൾ തന്നെയാണ് കൊച്ചിയെ കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അയാളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ബേസിക്കലി ഈ ഒരു നാടോടി ആയിട്ടുള്ള ഒരു ഫാമിലീസ് ബ്രഹ്മോസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പേരൻസ് കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പെൺകൊച്ചിയെ ഇയാൾ അവിടേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് അബ്ഡക്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ ആ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോയ സ്ഥലങ്ങളും നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആ കൊച്ചിയെ അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഇയാൾ കറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ വളരെ ഞാൻ ഈ ചുരുക്കം പറഞ്ഞെങ്കിലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് നമ്മൾ ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലെ ഉള്ള ടീം അംഗങ്ങളുടെ പേര് ഞാൻ വായിക്കാം. DCP ലോ ആൻഡ് ഓർഡർ നിതിൻ രാജാണ് ഇതിൻ്റെ മൊത്തം ഡിറ്റക്ഷൻ്റെ ലീഡർഷിപ്പ് വഹിച്ചത്. DCPയുടെ കൂടെയുള്ള സ്പെഷ്യൽ ടീമിൻ്റെ പേര് ഞാൻ വായിക്കാം. ശ്രീ ഉമേഷ് സബ് ഇൻസ്പെക്ടർ ടീം, ശ്രീ സാബു GASI, ശ്രീ ഷംനാദ് SCPO, ശ്രീ വിനോദ്, ശ്രീ അജിത് കുമാർ, ശ്രീ വിനോദ് S, ശ്രീ രഞ്ജിത്ത് MC, ശ്രീ രാജീവ് കുമാർ, ശ്രീ ഷിബു, ശ്രീ ദീപുരാജ്, SHO ശ്രീജിത്ത്, SI അഭിലാഷ് ആൻഡ് സന്തോഷ് ആൻഡ് ACP ശംഖുമുഖം ശ്രീ രാജപ്പൻ. ഇത്രയും വലിയ ടീം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. 100ന്റെ മുകളിലുള്ള CCTVs ഇവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പല റൂട്ട്സിലെ കണ്ടിട്ട് വീക്ഷിച്ച് അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പ്രതിയിലേക്ക് നമ്മൾ എത്തിയത് തന്നെ. ഇയാൾ കറങ്ങിയ സ്ഥലങ്ങൾ മൊത്തം മാപ്പ് ചെയ്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും കൊല്ലം വരെ ഇവർ CCTVസിനെ ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഒരുപാട് മറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളുടെ ആ സമയത്തുള്ള ലൊക്കേഷനും ടൈമും എല്ലാം മാച്ച് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇയാൾ ആണ് പ്രതി എന്ന് നമുക്ക് മനസ്സിലായത്. പ്രതിയുടെ പേര് ഹസൻ കുട്ടി അലിയാസ് കബീർ. ഇയാൾ പല കേസസ് ഉള്ള ആളാണ്. 8ഓളം കേസസ് ഓൺ റെക്കോർഡുണ്ട്. ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട്. കഴിഞ്ഞ ജനുവരി മാസം 12-ാം തീയതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, കൊല്ലം ജയിലിൽ നിന്ന്. ഇയാൾ 2022 തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിലെ ഇയാൾ ജയിലിലുണ്ടായിരുന്നു. അത് അയിരൂർ. ഇയാൾക്ക് ഇത് ഈ പോക്സോ കേസ് മോഡസ് ഓപ്പറandi മാത്രമല്ല, ഭവനഭേദനം, അതുപോലെ തന്നെ ടെമ്പിൾ വഞ്ചുവെട്ടി, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തെഫ്റ്റ്, ഇങ്ങനെയുള്ള പല കേസസിൻ്റെ ഒരു മോഡസ് ഓപ്പറandi ഉള്ള ആളാണ്. അപ്പോൾ ഇയാൾ ഒരു വാണ്ടററാണ്. ഇയാൾക്ക് ഒരു അഡ്രസ്സ് ഒരു കേസിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ടൈപ്പ് ആളാണ്. ഇയാൾ പിടിച്ചത് തന്നെ ഈ ഒരു അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒരു അഡ്രസ്സ് ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് വേണ്ടി നമ്മൾ നോക്കാത്ത സ്ഥലമില്ല. ഇന്നലെ പിടിച്ചത് തന്നെ കൊല്ലം ബീച്ചസും, കൊല്ലം മാത്രമല്ല പല സ്ഥലങ്ങളിലെ ഒരു വാണ്ടറർ എവിടേക്ക് പോവാം എന്നുള്ള ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ ടീം പല സ്ഥലങ്ങളിൽ പോയി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡ് തൊട്ട് കോലം, വിഴിഞ്ഞം തെക്കോട്ട് പോയി, കിഴക്കോട്ട് പോയി, വടക്കോട്ട് പോയി. സോ വിത്ത് അവർ investigative techniques and also with the help of some jail authorities, we have also circulated ഈ CCTV വഴി നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോഗ്രാഫ്സ് ഇയാളാണ് നമുക്ക് സസ്പീഷൻ ആയ ഉടനെ ഇയാളുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ ഐകോപ്സ് സിസ്റ്റത്തിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ജയിൽ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തു. അവരുടെ ഒരു ഇൻപുട്സ് വെച്ചിട്ടും ഇങ്ങനെ ഒരാൾ, ഈ ഒരു ഫേസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനെ റിലീസ് ആയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലായി. ഇയാൾക്കൊരു കേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും പോക്സോ പോലത്തെ സംഭവം ഉണ്ടെന്നും നമുക്ക് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി നമ്മുടെ സസ്പീഷൻ സ്ട്രെങ്തൻ ആയി. അത് കഴിഞ്ഞിട്ട് ഇയാൾ നമ്മൾ കുറച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം പല തിയറീസ് ഉണ്ടായിരുന്നു. ആ മൊത്തം തിയറീസിലെ ഇയാളായിരിക്കാമെന്നുള്ള ഒരു നാരോ ഡൗൺ ചെയ്തിട്ട് ഇയാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഇയാൾ കിട്ടിയത്. ബേസിക്കലി ഇയാൾ പോക്സോ ഹാബിച്വൽ ഒഫൻഡറാണ്. അപ്പോൾ കേസസ് നിലവിലെ
ഓൾറെഡി കൊല്ലത്ത് അയിരൂരിലെ ഒരു കേസ് ഉണ്ടായിരുന്നു, 2022 ഒരു വർഷം മുമ്പുള്ള കേസ്. ഇപ്പോൾ സിമിലർ ഒരു കേസുണ്ട്. ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് കൂടി നമുക്ക് മനസ്സിലാവുന്നു. അതുകൂടി നമ്മൾ എവിഡൻസ് എടുക്കാൻ പോവുകയാണ്. കേസ് ചില സ്ഥലത്ത് ആൾക്കാർക്ക് ഇയാൾ അടിച്ച് ഓടിച്ചു, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പോക്സോ പോലത്തെ സംഭവങ്ങളാണ്. ഒരു സംഭവം നമുക്ക് ഇതുവരെ അറിഞ്ഞു, ഇനി എത്ര ഉണ്ടാവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. ആ ഒരു സംഭവം നമ്മൾ ഇയാൾ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ചെയ്യേണ്ടി വരും. വി ഹാവ് ടു ആസ്ക് ഹിം ഹൗ ഹി ഡിഡ് ഇറ്റ്. ബട്ട് ഇയാൾ പല സ്റ്റോറീസ് പറയാണ്, പക്ഷേ നമുക്ക് എക്സാക്ട്ലി എന്താണ് ചെയ്തത് എന്ന കാര്യം അവിടെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. ആ രാത്രി തന്നെ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇയാൾ അവിടെ നിന്ന് എത്ര മണിക്ക് എടുത്തു, കാരണം അവിടുത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട്. ഇയാൾ റഫ്ലി ഒരു 2 ട്രെയിൻസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇടയിലാണ് ഇയാളുടെ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലായി. അത് ഉറപ്പായി. ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലായി, ഇയാളുടെ സ്പോട്ട് മനസ്സിലായി. പക്ഷേ കുഞ്ഞിനെ എങ്ങനെയാണ്, ഏത് റൂട്ടിലാണ്, റെയിൽവേ ട്രാക്ക് വഴി തന്നെ, പക്ഷെ എവിടെയാണ് ഇയാൾ വെച്ചത്, എവിടെയാണ് കുത്തിപ്പിടിച്ചത്, അതൊക്കെ നമ്മൾ ആ സ്പോട്ടോട് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെ പറയുന്ന കാര്യങ്ങളിൽ ഇയാൾ ഒരു വാൻഡററാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്ന് ആ ഭാഗത്ത് ചാക്ക എയർപോർട്ട് റൂട്ടിലോട്ട് ഇയാൾ നടന്നു പോവുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് കരിക്ക് വെള്ളം കുടിച്ചു. അവിടെ കുറച്ച് നേരം നിന്നു, ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ഈ കുട്ടിയെ കണ്ടതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് അയാൾ പറയുന്നത്. ഇത് നമുക്കൊന്ന് രാത്രി ആഫ്റ്റർ, ഞാൻ പറയുന്നത് ആഫ്റ്റർ 10:30 ആണ്. കാരണം ഇയാളുടെ CCTVs ഒക്കെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. മൂവ്മെന്റ്സ് ആർ ഓൾ മാച്ചിങ് വിത്ത് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്പോട്ട്. ഉണ്ടായിരുന്നു. ഇപ്പോൾ പേരൻസ് പറയുന്നത് കുട്ടികളൊക്കെ 10 മണിക്കൊക്കെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. അച്ഛനമ്മ ഒക്കെ ഒരു 10:30, 11 എന്ന് ആദ്യം പറഞ്ഞു, ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞു. ഇവർ നോട്ടീസ് ചെയ്യുമ്പോൾ ഒരു 1 o'clock എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം. ഏകദേശം ബിറ്റ്വീൻ 12 to 1 ആയിരിക്കണം ഈ കൊച്ചിയെ എടുത്തത്. ഈ പ്രതി നമുക്ക് ചാക്ക തൊട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ 10:30 ആണ് ചാക്ക. ഒരു 20 മിനിറ്റ്, ഏകദേശം 20 മിനിറ്റ് എടുത്തു ഇയാൾ നടന്നു വന്ന് അവിടെ എത്താൻ വേണ്ടി. അവിടെ ഇയാൾ കുറച്ച് നേരം നിന്നു, കരിക്ക് വാങ്ങിച്ചു, നിന്നു, വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു ½ an hour അയാൾ വെയിറ്റിംഗിൽ തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഒരു ഗസ്സിങ്. പക്ഷേ വി ഹാവ് ടു ചെക്ക് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. വി ഹാവ് ടു ടേക്ക് ഹിം ആൻഡ് ചെക്ക് ഇറ്റ്. ഇയാൾ അവിടെ നല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. സോ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലീസ് ഉള്ളതായിട്ടും കുട്ടികളുള്ളതായിട്ടും മനസ്സിലാവുന്ന ഒരു ഏരിയ ആണ്. ശരി, അതുകൂടി നമ്മൾ റിയൽ ടൈമിൽ അല്ലെങ്കിൽ 4 അയാൾ റിമാൻഡിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. സോ അയാൾ പേട്ട സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. പേട്ട സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്നു വരികയാണ്. അയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം all these things we have to verify on the ground with circumstantial evidence. ഇയാൾക്ക് മൊബൈൽ ഫോൺ ഉണ്ട്. That we are checking because it's a very, very simple phone and call details, there are not many calls. He's a ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. കൂടുതൽ വായിക്കാനും ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇയാൾ പറയുമ്പോൾ ഒന്നും വായിക്കാൻ അറിയില്ലാത്ത ആളാണ്. സോ ദാറ്റ്സ് വൈ വി ആർ ചെക്കിംഗ്. പിടികൂടിയത് കൊല്ലത്തെ ചിന്നക്കട. അത് ഇയാൾ കാണുമ്പോൾ ലോക്കൽ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇയാൾ പറയുന്നതൊക്കെ ഗുജറാത്തിന് ഞാൻ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നെന്നും അവിടെ നിന്ന് എൻ്റെ ഇപ്പോഴത്തെ അച്ഛനമ്മ കൊണ്ടുവന്നു എന്നും ഇയാൾ പറയാണ്. അത് നമുക്ക് എത്രത്തോളം ശരിയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടി വരും. ഇയാൾ ഓൺ റെക്കോർഡ് നോക്കുമ്പോൾ അയിരൂരിലെ ഒരു അഡ്രസ്സാണ്, എടവ അകത്ത്. അച്ഛനിപ്പോൾ ഇല്ല, പേരൻസ് ഉള്ളതായിട്ട് റെക്കോർഡിലാണ്. പക്ഷേ അവരായിട്ട് കൂടുതൽ ബന്ധമില്ലാന്ന് നമുക്ക് മനസ്സിലായി. ഒരു അഡോപ്റ്റഡ് ഫാമിലി ആണെന്നും ബന്ധമില്ലാത്തതാണെന്നും മനസ്സിലായി.
പ്യുവർ മലയാളം, പ്യുവർ. കാരണം വളരെ ചെറുപ്പത്തിൽ വന്നു എന്നാണ് പറയുക. ഒരു CCTV അല്ല നമുക്ക്. ഫോർ എക്സാമ്പിൾ ബ്രഹ്മോസ്, പിന്നെ ഓൾ സെയിൻസ്, നമ്മൾ എല്ലാ ഡയറക്ഷൻസും നോക്കുന്നുണ്ടായിരുന്നു. ബ്രഹ്മോസ് നോക്കി, ഓൾ സെയിൻസ് നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് കണക്റ്റഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് മറു സൈഡിലുള്ള CCTVs നോക്കി, റെസിഡൻഷ്യൽ ഏരിയാസിനെ നോക്കി, കുളത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൻ്റെ കുളമുണ്ടല്ലോ, ആ കുളത്തിനടുത്തുള്ള ഒരു CCTV നോക്കി, വന്ദേ ഭാരതിൻ്റെ CCTV നോക്കി, മൂവിങ് ട്രെയിൻസിൻ്റെ. അങ്ങനെ നമ്മൾ പോയിട്ട് ചാക്കയില് പിന്നെ 3 directions ആയി. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഒരാൾ ലിഫ്റ്റ് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. 2 ടീംസ് ഒരു ബൈക്കിൽ, 2 പേർ ഒരു ബൈക്കിൽ, ഒരാൾ അവരെ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുത്തു. അവരുടെ അഡ്രസ് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. ഇയാൾ പറയുന്ന സ്റ്റോറി അവർ കൂടെ കൊറാബറേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് കൊടുത്തു എന്ന്. സോ ആ രീതിയിൽ ഇയാൾ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ജയിൽ ഗ്രൂപ്പ്സിലെ നമുക്ക് ക്ലൂ കിട്ടിയ കഴിഞ്ഞിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇയാൾ തമ്പാനൂർ പോയി, തമ്പാനൂരിന് പിന്നെ ആലുവ വരെ പോയി, കൊല്ലം പോയി, ആലുവ പോയി, അവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി എന്ന് പറയുന്നത്. ഇയാൾ നൈറ്റ് മുഴുവൻ കടങ്ങി നടക്കുന്ന ആളാണ്. എവിടെ വേണമെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടിയാൽ തട്ടുകടയിലെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പെട്ടെന്ന് ചെറിയ പൈസകൾ കിട്ടിയാൽ അത് വെച്ചിട്ട് കറങ്ങുന്ന ആളാണ്. പിന്നെ ജയിലിൽ നിൽക്കുന്ന സമയത്ത് ജയിലിലെ കൂലി പൈസ കിട്ടുമ്പോൾ അതൊക്കെ വന്ന് പുറത്ത് ചിലവാക്കുന്ന ആളാണ്. അയാള് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാൻ വായ കുത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് കുട്ടി അനക്കമില്ലാതാവുമ്പോൾ എനിക്ക് ഒരു പേടിയായി എന്നാണ് ഇപ്പോൾ പറയുകയാണ്. പക്ഷേ നമുക്ക് അവിടെ എന്താണ് സംഭവം അവിടെ പോയിട്ട് മനസ്സിലാക്കേണ്ടി വരും. കാരണം അവിടെ CCTV ഇല്ല, ഇയാൾ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇയാൾ മോഡസ് ഓപ്പറേറ്റി നോക്കുമ്പോൾ ഇയാൾ കുട്ടികൾ 7 and 8 പോക്സോ എന്ന് പറയും. ഹി കമ്മിറ്റ്സ് സെക്ഷൻ 7 and 8 offenses of POCSO, which is not penetrative assault. ആ രീതിയിലുള്ള അസോൾട്ട് ചെയ്യുന്ന മോഡസ് ഓപ്പറാൻഡി ഉള്ള ആളാണ്. നെഞ്ചിലെ കൈ വെച്ചു എന്ന് പറഞ്ഞു ഇയാൾ. ദാറ്റ് ഈസ് ഓൾസോ ഹി സെയിങ്. അതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഈ സ്ഥലത്ത് പോയിട്ട് ഒന്ന് പരിശോധിക്കേണ്ടി വരും. മെഡിക്കൽ എവിഡൻസ് ആയിട്ട് എന്താണ് മാച്ചിങ്. കാരണം ഒരു മെഡിക്കൽ എവിഡൻസ് പറയുമ്പോൾ ഡോക്ടർക്ക് നമ്മൾ അതിൻ്റെ പുറകിലുള്ള സ്റ്റോറി കൂടി അറിയണം. സോ എല്ലാ രീതിയിലും നോക്കിയിട്ട് പ്രൈമ ഫേസി ഒന്നും അറിഞ്ഞില്ല, പക്ഷേ കുട്ടിയുടെ കൗൺസിലിംഗ് നടത്തുമ്പോൾ കുറച്ച് കൂടുതൽ പറയുമായിരിക്കും. സോ വി ഹാവ് ടു ഗെറ്റ് ദ ചൈൽഡ് ഓൾസോ ഗെറ്റ് കൗൺസിൽഡ്. അതാണ് നമ്മൾ അറിഞ്ഞ ഒരു സ്റ്റോറി. പക്ഷേ അതിന് കേസില്ല. അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൂടി നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് എവിഡൻസ് എടുക്കേണ്ടി വരും. അത് എവിടെയാണ് സംഭവം? കൊല്ലത്ത് അത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നൗ വി ഹാവ് നോട്ട് ടേക്കൻ ഹിം ഔട്ട്. വി ഹാവ് ടു റെക്കോർഡ് ഹിസ് അറസ്റ്റ്, പ്രൊഡ്യൂസ് ഹിം ബിഫോർ ദ കോർട്ട് ആഫ്റ്റർ തറോ ക്വസ്റ്റനിങ്. വിത്ത് കോർട്ട്സ് പെർമിഷൻ വി ഹാവ് ടു ടേക്ക് ഹിം ടു ദ സ്പോട്ട് ആൻഡ് ഇൻവോൾവ് ദ പേരൻസ്, get more details and corroborate everything what he is saying. എന്നാണ് അയാൾ പറയുന്നത്. ഓൺ റെക്കോർഡ് നമ്മുടെ സിസ്റ്റം പ്രകാരം ഓൺ റെക്കോർഡ് വേറെ കേസ് ഇല്ല. ഓൺ റെക്കോർഡ് നമ്മുടെ കയ്യിലുള്ള കേസസ് ഉണ്ട്. ലിസ്റ്റ് വായിക്കാൻ 8 കേസ് ഓൺ റെക്കോർഡ് ഉണ്ട്. അതിൽ മിക്കവാറും 2 ഓട്ടോറിക്ഷ തെഫ്റ്റ് ഉണ്ട്, ഒരു 2 ടെമ്പിൾ തെഫ്റ്റ് ഉണ്ട്, ഒരു വീട് തെഫ്റ്റ് ഉണ്ട്. ലിസ്റ്റ് മതി. അയിരൂരിലാണ് ഈ പോക്സോ കേസ് ഉള്ളത്. കല്ലമ്പലത്ത് ഇയാൾക്ക് 3 കേസുണ്ട്. ഒരു ഓട്ടോറിക്ഷ തെഫ്റ്റ്, 2 ടെമ്പിൾ തെഫ്റ്റ്, പിന്നെ ചിറയൻകീഴിലെ ഒരു ടെമ്പിൾ തെഫ്റ്റ്, പാങ്കോട് ട്രിവാൻഡ്രം റൂറലിലെ ഓട്ടോറിക്ഷ തെഫ്റ്റ്, ആലപ്പുഴ സൗത്തിലെ ഒരു ഹൗസ് ബ്രേക്കിംഗ് തെഫ്റ്റ്. ഇത്രയും കേസസ് ഉണ്ട്. ആ റെയിൽവേ ട്രാക്ക് വഴി അയാൾ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ലിഫ്റ്റ് ചോദിച്ചു. അവിടെ നിന്ന് നേരെ തമ്പാനൂർ ഭാഗത്തോട്ട് പോയി. അയാൾ കിംസ് വഴിയാണ് പോയത്. കിംസ് വഴി പുറത്തേക്ക് വന്നിട്ട് തമ്പാനൂർ ഭാഗത്തോട്ട് പോയി. എല്ലാം നടന്നു പോവുകയാണ് മാക്സിമം.
ട്രാക്ക് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് റോഡിലോട്ട്. അല്ല, ഇയാളുടെ ഓപ്പറേഷൻ നോക്കുമ്പോൾ മിക്കവാറും റൂറൽ കൊല്ലം ട്രിവാൻഡ്രം റൂറൽ ഏരിയയിലാണ് കൂടുതൽ കറങ്ങുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ ഇയാൾ വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം സിറ്റി നേരത്തെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്, ഇവിടെയൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. 50-നടുത്തുണ്ടാവും. അല്ല, ഇയാൾ ആ സമയം വരെ ആലുവ എത്തിയിട്ടുണ്ടാവും ഏകദേശം. ബട്ട് വി ആർ നോട്ട് ഷുവർ, വി ഹാവ് ടു വെരിഫൈ. ഇയാൾ പറയുന്ന കാര്യങ്ങളാണ്. ഇയാൾ എത്ര ദൂരം പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ രാവിലെ തന്നെ തമ്മാനൂർ ഭാഗത്തോട്ട് പോയി, KSRTC. അവിടെ നിന്ന് ബസ് കയറി. അപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ട്രേസ് നമുക്ക് എടുക്കേണ്ടി വരും. ആലുവ പോയി എന്ന് പറയും. ആലുവ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു എന്ന് പറയുന്നു. ഇയാൾ ഞാൻ പത്രം വായിക്കാൻ അറിയില്ല, പക്ഷെ TV കണ്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അറിഞ്ഞില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹി തോട്ട് മേ ബി ദ ഗേൾ ഹാസ് ഗോൺ. അതൊരു പേടി ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയാണ് എന്ന് അയാൾ പറയുന്നു. ദാറ്റ്സ് വാട്ട് ഹി ഈസ് സെയിങ്. മെയിൻലി CCTVs ആണ് അത്. വളരെ കാരണം ഇയാൾക്ക് ഒരു അഡ്രസ് ഇല്ലാത്ത ആളാണ്. പിന്നെ അത് വളരെ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോണാണ് അയാളുടെ കയ്യിലുള്ളത്. അത് തന്നെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സിംറ്റംസ് ഇല്ല ആ ഫോൺ. ഹി ഈസ് നോട്ട് യൂസിങ് ദ ഫോൺ മച്ച്. ഇത് ഫിസിക്കൽ ലേബറാണ് ശരിക്കും കേസ് ഡിറ്റക്ഷൻ ആയത് തന്നെ. ടീം ഇരുന്ന് ദേ ഹാവ് ബീൻ വർക്കിംഗ് ലൈക്ക് ബേണിംഗ് ദർ മിഡ് നൈറ്റ് ഓയിൽ. ദേ ഹാവ് ഗോൺ. ഇപ്പോൾ കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റൂട്ട് പറയുന്നത് തന്നെ. പക്ഷേ ഈ റൂട്ട് അല്ലാതെ പല റൂട്ട്സിലെ CCTVs നമുക്ക് നോക്കേണ്ടി വന്നു. സോ ഇതിൽ സക്സസ് ആയ റൂട്ടാണിത്. പിന്നെ ജയിൽ ഗ്രൂപ്പ്സ് വഴി അതിൻ്റെ ജയിൽ റിലീസ് പല ജയിൽ റിലീസ് നോക്കേണ്ടി വന്നു. ഒരുപാട് പോക്സോ പ്രതികളുണ്ട്, ഒരുപാട് ഇങ്ങനെ നാടോടി ആൾക്കാരുണ്ട്. അതിൽ ഇയാളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നല്ല ഒരു ശ്രമമായിരുന്നു. കണ്ടിന്യൂസ് ഒരു മോണിറ്ററിംഗ് ഉള്ള കേസാണ്. ടോപ്പ് മോസ്റ്റ് മോണിറ്ററിംഗ് ഉള്ള ഒരു കേസാണ് ഇത് സംഭവം. പാട് ഇതിലെ ഉറപ്പായിട്ട് വരും. ഇയാൾ ജയിലിലുള്ള സമയത്താണ് KYC എടുത്തത് തന്നെ. ഹി ഹാസ് നോ KYC. അതുകൊണ്ട് ഒരു ജയിലിൽ ഉള്ള സമയത്ത് ഒരു ആധാർ കാർഡ് എടുത്തു. അന്ന് രാത്രി പോലീസ് അവിടെ എത്തിയത് നമ്മുടെ കൺട്രോൾ റൂമിന്റെ കോൾ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു 2 വയസ്സുള്ള പെൺകുച്ചി മിസ്സിംഗ് ആയ എന്ന കോൾ കിട്ടിയ ഉടനെ DCP ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ബൈ 3 o'clock ആ ഏരിയ പോലീസ് എത്തി, RPF എത്തി. അവിടെ കുറച്ച് നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു റൺ ഓവർ പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് എത്തി. ആ എൻട്രി ഈ രണ്ടാമത്തെ എൻട്രീന് ഇടയ്ക്കാണ് ഇയാൾ വന്നിട്ട് പോയത് സംഭവം. നാളെ വരും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടുമോറോ. അത് പല തിയറീസിലെ ഒരു ഭാഗമാണത്. ഔട്ട് ഓഫ് ദ മെനി എഫേർട്സ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ എഫേർട്സ്. ഇല്ല, ആക്ച്വലി കുട്ടിയായിട്ട് നമ്മുടെ കൗൺസിലിംഗ് നടത്തി സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. അത്രയും ഒരു സ്റ്റേറ്റിലെ ഇല്ലായിരുന്നു കുട്ടി. സംസാരിച്ചു, പക്ഷേ കാരണം ഇയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം കുട്ടി വാസ് സ്ലീപ്പിംഗ്. എവറിബഡി ഈസ് സ്ലീപ്പിംഗ്. കുട്ടി ഈസ് സ്ലീപ്പിംഗ്. ഷീ ഈസ് ലിഫ്റ്റഡ്. വൈൽ ഷീ ഈസ് സ്ലീപ്പിംഗ് ഷീ സ്റ്റാർട്ടഡ് ക്രൈങ്. സോ അതാണ് നമുക്കൊരു ലോജിക്കലായിട്ട് തോന്നുന്നത് തന്നെ. She might not have realized. Only when she got up in the morning or in the night, she must have realized she is somewhere else. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. That we will have to find out. രാവിലെ ഇപ്പോൾ പോകണം, അയാളായിട്ട് കൊണ്ടുപോകണം നമ്മൾ. പോലീസ് ആദ്യം നമ്മൾ രാത്രി തന്നെ ഒരു ഫസ്റ്റ് സെർച്ച് നടത്തി. 1 o'clock തന്നെ അവിടെ എങ്കിലും നടന്നിട്ട് പോയിട്ടുണ്ടാവും, ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. രാത്രി 1 o'clock തന്നെ അവിടെ ഒരു സെർച്ച് നടന്നു.
പിന്നെ രാവിലെ ഒരു സെർച്ച് നടന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരുവനന്തപുരത്തെ പേട്ടയിൽ നിന്ന് 2 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുകയായിരുന്നു. ഹസൻകുട്ടി എന്ന കബീർ, അയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് കമ്മീഷണർ പറയുന്നത്. മാത്രമല്ല അയാളുടെ പേരിൽ കുറച്ചധികം കേസുകൾ നിലവിലുണ്ട് എന്നുകൂടി കമ്മീഷണർ പറഞ്ഞു. കുറച്ച് അധികം ദിവസങ്ങളായി കേരള പോലീസിന് തലവേദനയായിരുന്ന ഒരു കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി മാത്രമേ ഉള്ളൂ. ഈ പ്രതിയെ ഇപ്പോൾ പിടിച്ചു എന്നുള്ള സന്തോഷ വാർത്ത. പല പ്രേക്ഷകരും കുറച്ച് താമസിച്ചു പോയെങ്കിലും പ്രതിയെ പിടിച്ചല്ലോ എന്നുള്ള രീതിയിൽ സല്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രതി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. യാതൊരു രേഖയും ഇല്ലാതെ കേരളം പോലും സംസ്ഥാനത്ത് ചുറ്റിക്കറങ്ങി എന്തെങ്കിലും ഭീകരകർമ്മങ്ങളിൽ ഇത്തരം ആളുകൾ, ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ചെയ്തു കൂട്ടിയാൽ അവരെ കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഈ പ്രതി നമ്മോട് പറയാതെ പറയുന്നത്. നമ്മൾ കൂടുതൽ മുൻകരുതലെടുക്കേണ്ട കാലമായി ഇന്നുകൂടി ഈ പ്രതി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു.